കേരളം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കുള്ളത് തിരുവനന്തപുരം ചെല്ലമംഗലം വാർഡിലെ NDA സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. വിജയ് മോഹൻ, ഉണ്ണിക്കണ്ണൻ എന്നറിയപ്പെടുന്ന വിജയ് മോഹനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം? മഴയത്താണ്, കുഴപ്പമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വികസനം മാത്രമാണ്. നമുക്കിനി വികസനം തുടർന്നും ചെയ്യാനുണ്ട്. നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇനിയും വാർഡിൽ എത്തപ്പെടാനുണ്ട്. കാരണം കഴിഞ്ഞ ടേണിൽ നമ്മുടെ BJP ആണ് ഭരിച്ചിരുന്നത്. ഗായത്രി ദേവിയായിരുന്നു ഇവിടുത്തെ കൗൺസിലർ ചെയ്ത വികസന പ്രവർത്തനത്തിൻ്റെ നിരവധി ഇനിയും ബാലൻസ് ആയിട്ട് ചെയ്ത് തീർക്കാനുണ്ട്. അത് ചെയ്ത് തീർക്കുന്നതിന് വേണ്ടി ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ബാക്കിയുള്ള രാഷ്ട്രീയ ചർച്ചകൾ, ഇപ്പോൾ വീട്ടുകാരെ ഉൾപ്പെടെ രസീ തട്ടിപ്പ്, കിച്ചൺ ബിൻ തട്ടിപ്പ്, അതൊക്കെ ചർച്ച ചെയ്യാം. ജനങ്ങൾ ഒരുവിധപ്പെട്ട വിഷയങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ വാർഡിൽ വളരെ വലിയ വാർഡാണ്. 12,000 വോട്ടറായിരുന്നു 2020. ഇപ്പോൾ അത് 8,000 വോട്ടറായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സാധ്യതയും ജനങ്ങളെല്ലാം വളരെ സ്വീകാര്യതയോട് കാണുന്നു. ആ സാധ്യത കണക്കിലെടുത്ത് നമ്മൾ കൂടുതൽ വോട്ടരോടുകൂടി, വൻ ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും വിജയിച്ച് വരുമെന്നുള്ള ഉറപ്പിൽ നിന്ന് നമ്മൾ ജനങ്ങളുടെ ഇടയിൽ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങളെല്ലാം നമ്മുടെ ഒരു വളരെ അനുകൂലമായിട്ടാണ് സമീപിക്കുന്നത്. മറ്റേത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഈ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്നും ബലമായി പിടിച്ചു വാങ്ങിയ ഒരു സീറ്റല്ലേ കഴിഞ്ഞ വർഷം. അപ്പം ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിന് ഭയങ്കര ഒരു വാശിയേറിയ പോരാട്ടമായിരിക്കില്ല? തീർച്ചയായും അവർ അഭിമാന പ്രശ്നമായിട്ടൊക്കെയാണ് ഇത് കാണുന്നത്. എന്നിരുന്നാൽ പോലും അതൊന്നും ഇവിടെ സംബന്ധിച്ചൊരു ബാധകമല്ല. ജനങ്ങൾ പൂർണ്ണമായിട്ടും BJPക്കൊപ്പമാണ്. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ നമ്മൾ രാജീവ് ജി ഇവിടെ ഇലക്ഷൻ നിൽക്കുമ്പോൾ MP ഇലക്ഷനിൽ നമ്മുടെ വാർഡ് ഒറ്റയ്ക്ക് നേടിയ ലീഡെന്ന് പറഞ്ഞാൽ 1667 വോട്ടിൻ്റെ ലീഡാണ് നമ്മൾ ഉയർത്തിയത്. വളരെ ചരിത്രപരമായ ഒരു ലീഡ് ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ വാർഡ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ജനങ്ങൾ BJPക്കൊപ്പമാണ്. കാരണം നമ്മൾ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനം തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ മാതൃകാപരമായിട്ട്. കാരണം കഴിഞ്ഞ 10 കൊല്ലക്കാലം മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ ഭരിച്ചിരുന്നപ്പോൾ അർഹതപ്പെട്ട കൈകളിൽ ഒരു ആനുകൂല്യം എത്തിക്കൊടുക്കാൻ അവരെ സാധിച്ചില്ല. പക്ഷേ 5 കൊല്ലം കൊണ്ട് BJPക്ക് പാവപ്പെട്ടവർ, നിലാരംബർ, അവരിൽ എത്താവുന്നുള്ള എല്ലാ സേവന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ എല്ലാ ആനുകൂല്യങ്ങളും എത്തിക്കാൻ നമ്മൾ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ വിജയം. അതിനനുസരിച്ച് ജനങ്ങൾ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. അവർ നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അവരുടെ ആവശ്യകത വീണ്ടും പറയുന്നുണ്ട്. അതിന് നമ്മളെ കഴിയുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ജനങ്ങളിൽ നിന്നൊരു വലിയ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് കേരളത്തിൽ ഇപ്പോഴത്തെ BJP നിരവധി വിമർശനങ്ങളും വിവാദങ്ങളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു വിജയസാധ്യത എങ്ങനെ കാണാൻ പറ്റും? ഇല്ല, അതൊന്നും ഒരു ചർച്ചയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തിരുവനന്തപുരം നഗരസഭ BJP അധികാരത്തിൽ വരും. BJPയുടെ മേയർ ഇത്തവണ ആദ്യമായിട്ട് നമ്മുടെ വാർഡിൽ ഒരു അംഗൻവാടിയുണ്ട്. അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഘട്ടത്തിലാണ്. എല്ലാ പരിപാടിയും പൂർത്തീകരിച്ചു. നിലവിലത്തെ മേയറെ നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ പണി കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മുടെ നിലവിലത്തെ കൗൺസിലർ ക്ഷണിക്കുകയും അത് ഉദ്ഘാടനം ചെയ്യണമെന്നുള്ള കാര്യം പറയുകയും ചെയ്തു. പക്ഷേ മേയർ തിരിഞ്ഞു നോക്കിയ ഒരു സാധ്യതയില്ല. കാരണം മേയർക്ക് അത് ഉദ്ഘാടനം ചെയ്താൽ BJP കൗൺസിലർക്ക് നേട്ടം കിട്ടും എന്നാണ് അവർ ധരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ഈ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെയാണ് ശ്രീകാര്യം വാർഡിൽ ഒരു ഓപ്പൺ എയർ അടിച്ചുകൊണ്ട് തറക്കല്ലിടാൻ വന്നപ്പോഴും നമ്മൾ പറഞ്ഞാണ് മേയർ ഇതേപോലെ ഒന്ന് ഉദ്ഘാടനം ചെയ്യണം. മേയർ അത് കേട്ട പോലും വഹിച്ചില്ല. പക്ഷേ അത് ചരിത്രത്തിൻ്റെ നിയോഗം BJPയുടെ മേയർ ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളതായിരിക്കും അത് നിയോഗം. അതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ മേയർ എന്ന് പറഞ്ഞത് CPM മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു അത്രയും പ്രായം കുറഞ്ഞൊരു ചുറുചുറുക്കുള്ളൊരു വനിതാ നേതാവാണ്. മാത്രമല്ല നിരവധി ബഹുമതികളൊക്കെ തേടി വന്നിട്ടാണ്. അപ്പം അങ്ങനൊരു മേയറുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, അതിനൊന്നും കൂടെ നിൽക്കുന്നില്ല എന്നാണ് അഭിപ്രായം? തീർച്ചയായും ജനങ്ങൾ അതൊന്നും അവഗണിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. മേയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളല്ല. ഞാൻ 5 കൊല്ലം ഫീൽഡിൽ വർക്ക് ചെയ്ത ആളാണ്. ഫീൽഡിൽ എല്ലാ വീടുകളിലും പോവുകയും എല്ലായിടത്തും എത്തുകയും ചെയ്യുന്ന ഒരാളാണ്. കാരണം മേയർ കഴിഞ്ഞ 5 കൊല്ല കാലയളവിൽ ഈ വാർഡിൽ വന്നത് 3 തവണയാണ്. എനിക്ക് എണ്ണിക്കൊണ്ട് പറയാൻ സാധിക്കും. കാരണം ഇത് കൃത്യമായുള്ളത് കണക്കാണ് പറഞ്ഞത്. മേയർ ആകെ 3 ദിവസം മാത്രമാണ് ഈ വാർഡിൻ്റെ ഈ ഭാഗങ്ങളിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ മേയറുടെ കഷ്ടപ്പാടിന് ഈ അവാർഡുകൾക്കെല്ലാം പാത്രമായത് BJP കൗൺസിലർമാരാണ്. PMAY പദ്ധതി ഏറ്റവും കൂടുതൽ ചേർത്ത BJP കൗൺസിലറാണ്. സ്വാനിധി പദ്ധതി ഏറ്റവും കൂടുതൽ ചേർത്ത BJP കൗൺസിലറാണ്. അപ്പോൾ അവർ പറഞ്ഞ് കേന്ദ്രത്തിൻ്റെ അംഗീകാരം കിട്ടി എന്ന് അവർ അവകാശപ്പെടുമ്പോഴും BJP കൗൺസിലർമാർ ചെയ്തു വച്ചതിൻ്റെ ഫലം കൊയ്യുന്നത് തത്വത്തിൽ മേയറാണെന്ന്. കാരണം സ്വാഭാവികമായിട്ടും ഒരു ഭരണ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ മേയറെയാണല്ലോ വിളിച്ചാതിരിക്കും. ഇപ്പം അതാത് കൗൺസിലർമാരെ വിളിച്ചാതിരിക്കാൻ പറ്റില്ല. ആരാണോ ഭരണത്തലവൻ അയാളെ വിളിക്കും. അതാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഒരു. കാരണം സ്വാനിധിയൊക്കെ നമ്മുടെ വാർഡിൽ 70 പേരെയാണ് നമ്മൾ ചേർത്ത് അവർക്ക് ആനുകൂല്യം വാങ്ങിച്ചു കൊടുത്തത്. ഇതിൽ മേയറുടെ കഷ്ടപ്പാട് എന്താണെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് വിവരാവകാശ പ്രകാരമോ ഇതൊക്കെ നിങ്ങൾ കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അപ്പോൾ അതൊന്നും ഇവിടെ ഒരു ചർച്ചയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൗൺസിലർമാർ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും തിരുവനന്തപുരം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കിടക്കുകയാണ്. ചൂടെന്ന് പറയുമ്പോൾ നല്ല കോരിച്ചൊരിയുന്ന മഴയാണ്. പക്ഷേ ആ മഴയൊന്നും വകവയ്ക്കാതെ പ്രവർത്തകരെല്ലാം തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. എന്തായാലും NDA സ്ഥാനാർത്ഥി വിജയ് മോഹന് M5 ന്യൂസ് ആശംസകൾ നേരുന്നു.